പാലക്കാട് മാട്ടുമന്ത പൊതുശ്മശാനത്തിൽ പണിത ജാതിമതിൽ പൊളിച്ചുമാറ്റി. നഗരസഭ നിർദ്ദേശം നൽകിയതിന് പിന്നാലെ ജാതിമതിൽ NSS തന്നെ പൊളിച്ചുമാറ്റുകയായിരുന്നു. അജിത് ബാബു നൽകും കൂടുതൽ വിവരങ്ങൾ. അജിത്ത്, സംസ്ഥാനത്താകെ വലിയ വിവാദത്തിന് വഴിവെച്ച വിഷയമാണ് ഇപ്പോൾ ജാതിമതിൽ. NSS തന്നെ, കരയോഗം തന്നെ പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്. നഗരസഭയുടെ നിർദ്ദേശം ലഭിക്കുകയും ചെയ്തിരുന്നു. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? ബിനിൽ, നഗരസഭയുടെ മുകളിൽ പലതരത്തിലുള്ള പ്രഷറുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിവിധ സാമുദായിക സംഘടനകൾ തങ്ങൾക്കും ഇത്തരത്തിൽ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായി. കൂടാതെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നഗരസഭയ്ക്കുള്ളിലും മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ നടത്തുന്ന സാഹചര്യമുണ്ടായി. ഈ മതിൽ കെട്ടിയതുമായി ബന്ധപ്പെട്ട തീരുമാനം അനീതിയാണെന്നുള്ള വിമർശനം പൊതുവായി ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇതൊരു വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് നഗരസഭ ഭരണസമിതിയിലേക്ക് എത്തിയത്. കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ ഘട്ടത്തിൽ മറ്റു സാമുദായിക സംഘടനകളൊക്കെ ആ കാര്യത്തിൽ കർശനമായൊരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അത് തിരിച്ചടി ഉണ്ടാകാമെന്നുള്ള വിലയിരുത്തലുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വലിയ പാടം NSS കരയോഗത്തിനോട് തന്നെ ഈ മതിൽ പൊളിച്ചു മാറ്റണമെന്ന് നഗരസഭ നിർദ്ദേശം നൽകുന്നത്. പിന്നാലെ നഗരസഭയുടെ നിർദ്ദേശത്തിന് പിന്നാലെ NSS തന്നെ ഈ മതിൽ പൊളിച്ചു മാറ്റുകയായിരുന്നു. നമുക്കറിയാം ബിനിൽ, കേരളത്തിലാകമാനം ചർച്ച ചെയ്തൊരു വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു പൊതുശ്മശാനത്തിൽ ഇത്തരത്തിൽ ഒരു മതിലുണ്ടാക്കുന്നത്, ഒരു ജാതിയുമായി ബന്ധപ്പെട്ടൊരു മതിലുണ്ടാക്കുന്നത്, അതുണ്ടാക്കുന്ന വിവാദങ്ങൾ, അതുണ്ടാക്കുന്ന ചർച്ചകളൊക്കെ എത്രത്തോളം ഗൗരവമാണെന്ന് നമുക്കറിയാം. കേരളം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് സാമുദായിക സംഘടനകൾക്ക് അപ്പുറത്തേക്ക് കേരളത്തിൻ്റെ വിവിധ തരത്തിലുള്ള സമൂഹങ്ങൾ ഇക്കാര്യത്തോട് പ്രതികരിക്കുന്ന രീതി നമ്മൾ കണ്ടു. അത്തരത്തിലുള്ള വിഷയത്തിലാണ് ഇപ്പോൾ ആ മതിൽ പൊളിച്ചു മാറ്റിയത്. ശരി, വ്യക്തമാണ്. അങ്ങനെ സമ്മർദ്ദത്തിനൊടുവിലാണ് ഇപ്പോൾ ജാതി മതിൽ പൊളിച്ചു മാറ്റേണ്ടി വന്നത്. പാലക്കാട് നഗരസഭയുടെ നിർദ്ദേശാനുസരണം NSS